friends, welcome to Ridi's Kitchen. ഇന്ന് ഞാനിവിടെ ഒരു കളർഫുൾ തോരൻ കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ക്യാരറ്റും ബീൻസും, ഒരു ക്യാരറ്റും ഒരു 5 ബീൻസുമാണ് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പകുതി സവാള പൊടിയായി അരിഞ്ഞത്, ഒരു പിടി തേങ്ങ ചിരകിയത്, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, 2 പച്ചമുളക് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, അല്പം വെളിച്ചെണ്ണ, ഉപ്പ്, കടുക്. ഇനി നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്ത്. ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചു. പാൻ ചൂടായി വരട്ടെ. നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി കടുകിട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടി വരട്ടെ. കടുക് നല്ലോണം പൊട്ടി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് അല്പം കുറച്ച് ചെറുജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നമുക്ക് സവാളയെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നല്ലോണം ഒന്ന് വഴഞ്ഞ് കിട്ടാനുള്ള ഉപ്പ് കൊടുക്കാം. സവാളയെല്ലാം നല്ലോണം ഒന്ന് വഴഞ്ഞ് വന്നോട്ടെ. സവാളയെല്ലാം വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും ചേർക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് എണ്ണയിൽ തന്നെ ഒന്ന് വാട്ടിയെടുക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടും. എണ്ണയിൽ തന്നെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. ക്യാരറ്റും ബീൻസും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അല്പം മഞ്ഞൾപ്പൊടി മതി. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് നല്ലോണം വേവണം. നമുക്ക് ഒരല്പം വെള്ളം വേണമെങ്കിൽ ഒന്ന് തളിച്ചു കൊടുക്കാം. ഒരല്പം വെള്ളം നമുക്കൊന്ന് തളിച്ചു കൊടുക്കാം. അല്പം മതി. വെന്ത് കിട്ടാണെങ്കിൽ അല്പം വെള്ളം തളിച്ചു കൊടുക്കാം. ഇനി നമുക്കിന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം.
നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇത് വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കളർഫുൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീൻസും ക്യാരറ്റും ഒക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ റെസിപ്പിയാണ്. വെജിറ്റേറിയൻസിനൊക്കെ ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത് വേറൊരു വിഭവമായി കാണുന്നവരെ ഓക്കെ, ബൈ, ടേക്ക് കെയർ, താങ്ക് യു.